പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, തിരുനാളുകൾ എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ധ്യാനത്തിനും പഠനത്തിനും വിഷയമാക്കുന്നത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളാണ്. പെന്തക്കോസ്ത കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയാണ് സഭ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളായി ആഘോഷിക്കുന്നത്. ആദ്യമേ നമുക്ക് ബൈബിളിൽ നിന്നൊരു ഭാഗം വായിച്ചു കേൾക്കാം. അതിനുശേഷം പരിശുദ്ധ ത്രിത്വത്തെ സംബന്ധിച്ച ബൈബിളിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയാ ആയിരിക്കുകയില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്, അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത്. ദൈവവചനമാണ് നാം കേട്ടത്. ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ എന്ന് നമ്മൾ ആഘോഷിക്കുന്ന ഒരു തിരുനാൾ രക്ഷാകര ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് സഭ അവതരിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം ആഘോഷിക്കുന്ന പെന്തക്കോസ്ത ദിവസത്തിൻ്റെ ശേഷമുള്ള ഞായറാഴ്ചയാണ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളായി മാറ്റിവെച്ചിരിക്കുന്നത്. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള വിശ്വാസം ക്രിസ്തീയ സഭയുടെ അടിസ്ഥാന ശിലയാണ്. എല്ലാ പ്രാർത്ഥനകളും ആരംഭിക്കുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ്. പ്രാർത്ഥനകൾ അവസാനിക്കുന്നതെല്ലാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ്. ആരംഭിക്കുന്നതും അവസാനിക്കുന്നതുമെല്ലാം വിശ്വാസത്തിൻ്റെ കേന്ദ്രബിന്ദുവായി നിൽക്കുന്ന ഈ സത്യം പക്ഷേ മനസ്സിലാക്കാൻ ഏറെ പ്രയാസമുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ത്രിത്വം എന്ന് പറഞ്ഞാൽ 3 എന്നാണല്ലോ അർത്ഥമാക്കുക. ഒരു ദൈവം എങ്ങനെ 3 ആകും? 3 പേരാണെങ്കിൽ എങ്ങനെ ഒരു ദൈവമാകും? ഏതെങ്കിലും ഒന്ന് പറയുക, ഒന്ന് ദൈവം ഒന്നാണെന്ന് പറയുക, അല്ലെങ്കിൽ 3 ആണെന്ന് പറയുക. പക്ഷേ 3ഉം 1 എന്ന് പറയുമ്പോൾ മാത്തമാറ്റിക്സിന് പോലും പിടികിട്ടാത്തൊരു പ്രഹേളികയായി മാറുന്നു. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസം സ്വീകരിക്കാൻ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ചും ഇസ്ലാം മതവിശ്വാസികൾക്ക് ഒരു തരത്തിലും സ്വീകരിക്കാൻ സാധിക്കാത്ത ഒന്നാണ് ത്രിത്വം എന്ന സത്യം. യഹൂദർക്കും അതുപോലെ തന്നെ. പക്ഷേ നമ്മൾ ഓർക്കണം, യഹൂദരുടെയും ഇസ്ലാമിക വിശ്വാസക്കാരുടെയും ഒക്കെ ആ പരമ്പരയിൽ തന്നെയാണ് ക്രിസ്തീയ വിശ്വാസവും നിൽക്കുന്നത്. അബ്രാഹത്തെ പൂർവ്വപിതാവായി ഇസ്രായേൽക്കാർ സ്വീകരിക്കുന്നു, അതുപോലെ തന്നെ ഇസ്ലാം മതസ്ഥരും സ്വീകരിക്കുന്നു. മോശയെ പ്രവാചകനായി സ്വീകരിക്കുന്നു. മോശയിലൂടെ നൽകിയ ഉടമ്പടിയെ തൗറാത്ത് എന്ന് പറയുന്നു, അല്ലെങ്കിൽ തോറ എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരേ വിശ്വാസ പാരമ്പര്യത്തിൽ നിന്നാണ് ഈ ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസവും കടന്നു വന്നത്. അപ്പോഴെങ്ങനെയാണ് ഇപ്രകാരം ഒരു സത്യത്തിലേക്ക് കടന്നു വരിക? എന്താണ് ഇതിൻ്റെ അർത്ഥം? അപ്പം ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാനായിട്ട് ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണിത്. ഇതിനെക്കുറിച്ച് പറയാനുള്ളൊരു കഥയുണ്ട്. വിശുദ്ധ അഗസ്തീനോസ് വലിയ വേദശാസ്ത്ര പണ്ഡിതനാണ്. ആഴമേറിയ പഠനങ്ങൾ നടത്തിയ വ്യക്തി. ത്രിത്വത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ചുള്ള ഗാഠമായ ചിന്തയിൽ അദ്ദേഹം കടൽ തീരത്തൂടെ നടക്കുകയാണ്, അർത്ഥം മനസ്സിലാക്കാതെ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടൽ തീരത്തൂടെ ഉലാത്തുമ്പോൾ അവിടെ ഒരു പയ്യൻ, ഒരു കൊച്ചുകുട്ടി, കടൽക്കരയിലും മണ്ണിലൊരു കുഴി കുഴിച്ചിട്ട് ഒരു കക്ക കൊണ്ട് കടലിലെ വെള്ളം കോരി ഈ മണൽ പിടിക്കുക, മണൽക്കുഴിയിൽ. കുറേ നേരം അഗസ്റ്റിൻ നോക്കി നിന്നു. തൻ്റെ ചിന്തയൊന്ന് മാറ്റി ഈ പയ്യൻ്റെ തമാശ കണ്ട് നോക്കുന്നു. മോനെ, നീ എന്തായി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഈ കടൽ വറ്റിക്കാൻ ശ്രമിക്കുകയാണ്. കടൽ വറ്റിക്കാൻ? അപ്പോൾ നീ എങ്ങനെ ഈ കക്ക കൊണ്ട് വെള്ളം കോരി ഈ മണൽക്കുഴിയിൽ ഒഴിച്ചാൽ കടൽ വറ്റുമോ? എന്ത് വിഡ്ഢിത്തമാണ് പറയുക. ഇപ്പോൾ ചിരിച്ചത് അഗസ്റ്റീനോസ് അല്ല, പയ്യനാണ്. ഇതിനേക്കാളും വലിയ വിഡ്ഢിത്തമല്ലേ നീ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നിൻ്റെ ഈ ചെറിയ തേങ്ങ പോലുള്ള തലയിൽ ഒതുങ്ങാത്ത അനന്തവിശാലമായ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നീ നിർവചിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ കടൽ വറ്റിക്കാൻ ശ്രമിക്കുന്ന ഞാനാണോ വിഡ്ഢി? അനന്തമായവനെ നിൻ്റെ പരിമിതമായ ചിന്തയിൽ ഒതുക്കാൻ ശ്രമിക്കുന്ന നീയാണോ വിഡ്ഢി? അവൻ അപ്രത്യക്ഷനായ ഒരു മാലാഖായെന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ ഒരു വലിയ മഹാസത്യമാണ് വിശുദ്ധ ത്രിത്വം എന്ന് പറയുക. അത് മനസ്സിലാക്കാൻ ഏറെ ബുദ്ധിമുട്ടുണ്ട്, മനസ്സിലായെന്ന് വരികയുമില്ല. പക്ഷേ എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ ഇങ്ങനെ വിശ്വസിക്കുന്നു? വളരെ ലളിതമായിരിക്കില്ലേ ഏകദൈവത്തെക്കുറിച്ച് പറയുക? തീർച്ചയായിട്ടും ലളിതമാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാം, യേശുവും ശിഷ്യന്മാരുമെല്ലാം തികഞ്ഞ യഹൂദരായിരുന്നു. അവർ എല്ലാ ദിവസവും അനേക തവണ ആവർത്തിച്ചു ചൊല്ലുന്ന പ്രാർത്ഥനയുണ്ട്. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാമത്തെ വാക്യമാണ്. ഷുമാ ഇസ്രായേൽ യാഹ്വേ എലോഹേനു യാഹ്വേ എഹാദ് എന്ന് പറയും. ഷുമാ ഇസ്രായേൽ അദോനായി എലോഹേനു അദോനായി എഹാദ്. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു ദൈവമാണ്, ഒരേ ഒരു കർത്താവാണ്. ദൈവം ഒരുവൻ മാത്രമാണ്. ഇസ്രായേലിൻ്റെ അടിസ്ഥാന പ്രമേയമാണ്. 10 പ്രമാണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആദ്യത്തേത്. ദാസ്യഭവനമായ ഈജിപ്തിൽ നിന്നെ പുറത്തു കൊണ്ടുവന്ന ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. അപ്പോൾ ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ എന്നത് ഇസ്രായേലിൻ്റെ അടിസ്ഥാന സത്യമാണ്. ആ സത്യത്തോടത്ത് നിന്നുകൊണ്ടാണ് ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും യേശുവും എല്ലാം സംസാരിക്കുക.
അപ്പോൾ പിന്നെ എങ്ങനെ വന്നു ഇവർ ഈ ത്രിയേക ദൈവത്തിലേക്ക്? ത്രിത്വം അഥവാ ട്രിനിറ്റി എന്ന പദം കണ്ടുപിടിച്ചത്, ആദ്യമായിട്ട് ഉപയോഗിച്ചത് തെർത്തുല്യൻ എന്നൊരു നിയമജ്ഞനാണ്. AD 160-നും 220-നും മധ്യേ ആഫ്രിക്ക ജീവിച്ചിരുന്ന തെർത്തുല്യൻ. ആ തെർത്തുല്യനാണ് ട്രിനിത്താസ് എന്ന പദം ഉപയോഗിക്കുക. ട്രിനിറ്റി, അതാണ് ട്രിനിറ്റിയായി, ത്രിത്വമായി. പക്ഷേ ഈ പദം ഉപയോഗിക്കുന്നതിന് പിന്നിലൊരു യാഥാർത്ഥ്യമുണ്ട്. എങ്ങനെയാണ് ക്രിസ്ത്യാനികൾ ഈ ഒരു അജ്ഞാതമായ അഗ്രാഹ്യമായ രഹസ്യത്തിലേക്ക് കടന്നു വന്ന് വെളിപാട് വഴിയെ അവർ മനസ്സിലാക്കാൻ സാധിക്കാത്ത ചില യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് അനുഭവപ്പെട്ടു. യേശുവാണ് ഇതിന് കാരണക്കാരൻ. യേശുവിൻ്റെ കൂടെ നടന്നവർക്ക് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല, അവൻ പൂർണ്ണമായും മനുഷ്യനാണ്. എല്ലാവരെയും പോലെ അവൻ വിശന്നു, അവൻ ഭക്ഷിച്ചു, അവൻ ദാഹിച്ചു, അവൻ കുടിച്ചു. സമറിയായുടെ കിണറിൻ്റെ അടുക്കൽ ഇരുന്നു കൊണ്ട് യേശു പറയും, എനിക്ക് കുടിക്കാൻ തരൂ. ദാഹിക്കുന്നവനാണ്, ഭക്ഷണം കഴിക്കുന്നവനാണ്. ദാഹിച്ചു, വിശന്നു, ഭക്ഷിച്ചു, കുടിച്ചു. അവൻ ക്ഷീണിച്ചു, അവൻ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഒരു മനുഷ്യനെ പോലെ, ഈ സാധാരണ മനുഷ്യനെ പോലെ അവൻ ആശാരിപ്പണി ചെയ്തു, അധ്വാനിച്ചു ജീവിച്ചു. അവൻ ഗാഠമായി സ്നേഹിച്ചു. ഏതൊരു മനുഷ്യ വ്യക്തിയും സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലായി അവന് ഉറ്റ ബന്ധുക്കളുണ്ടായിരുന്നു, സ്നേഹിതരുണ്ടായിരുന്നു. 12 പേരെ തിരഞ്ഞെടുത്തതിൽ നിന്ന് 12 പേരിൽ നിന്ന് 3 പേരെ ഒരു കോർ ഗ്രൂപ്പായി സ്വീകരിച്ചു. അതിൽ നിന്ന് താൻ സ്നേഹിച്ച ശിഷ്യൻ എന്ന് പറയുന്ന യോഹന്നാൻ ഉണ്ടായിരുന്നു. അവൻ്റെ കൂടെ സ്ത്രീകളുണ്ടായിരുന്നു, ഒരുപാട് സ്ത്രീകൾ, ആ ഗാഠമായി സ്നേഹിച്ചവർ. മഗ്ദലേന മറിയവും ബഥാനിയായിലെ മറിയവും മാർത്തയും സൂസന്നയും ഒക്കെ അവൻ്റെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. അവൻ്റെ കൂടെ നടന്നവർക്ക് ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല, ഇവൻ പൂർണ്ണമായും മനുഷ്യനാണ്. മനോഹരമായി അവൻ സംസാരിച്ചു, അവൻ പ്രപഞ്ചത്തെ നോക്കി സന്തോഷിച്ചവനാണ്. പക്ഷേ ഇവിടെ ആകാശവും ഭൂമിയും എല്ലാം സാധാരണ പച്ച മനുഷ്യനെ പോലെ അവൻ ആസ്വദിച്ചു. പക്ഷേ ഈ സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു അസാധാരണത്വം അവർക്ക് കാണാൻ സാധിച്ചു. അവൻ്റെ ശക്തി, അവനിലൂടെ പ്രകടമാകുന്ന ശക്തി ഒരു മനുഷ്യനുമില്ലാത്തതാണ്. ദേഹം മുഴുവനും കുഷ്ഠരോഗം ബാധിച്ച് അവയവങ്ങൾ അറ്റുപോകുന്ന ഒരു മാംസപിണ്ഡമായ കുഷ്ഠരോഗിയെ വാരിപ്പുണർന്നു. നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. കുഷ്ഠരോഗി ശുദ്ധിയുള്ളവനായി. ഒറ്റ വാക്കുകൊണ്ട് അനങ്ങാൻ പറ്റാത്ത രീതി തളർന്നു കിടന്നവനോട് പറഞ്ഞു, നിൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു, എണീറ്റ് നടക്കുക. അവൻ എണീറ്റ് നടന്നു. ബെത്സൈസ്ദ കുളക്കരയിൽ കിടന്നവനോട് 38 വർഷമായി തളർന്നു കിടന്നവനോട് പറയുന്നു, എണീറ്റ് നടക്കുക, നിൻ്റെ കിടക്കയും എടുത്ത് നടക്കുക. അവൻ്റെ വാക്ക് കേട്ട് കുഷ്ഠരോഗികൾ ശുദ്ധമായി. അവൻ്റെ വാക്ക് കേട്ട് തളർന്നു പോയവർ എണീറ്റ് നടക്കാൻ തുടങ്ങി. മുടന്തന്മാരുടെ മുടന്തു മാറി, ചെകിടന്മാർ കേൾക്കാൻ തുടങ്ങി. അവൻ കണ്ണിൽ സ്പർശിച്ചു, അന്ധന് കാഴ്ച കിട്ടി. ഇതെങ്ങനെ സംഭവിക്കും? ഒരു മനുഷ്യനൊരു വാക്കുകൊണ്ട് എങ്ങനെ മുടന്തന് അല്ലെങ്കിൽ ഈ തളർന്നവർക്ക് സൗഖ്യം കൊടുക്കാൻ സാധിക്കും? ഇതുകൊണ്ട് തീർന്നില്ല. ഒരു പടി കൂടി കഴിഞ്ഞ് ആയിരക്കണക്കിന് ആൾക്കാർ അവൻ്റെ അടുത്ത് വരുമ്പോൾ വിശക്കുന്നവർക്കൊന്നുമില്ലാതെ 5 അപ്പത്തിൻ്റെ പിച്ചക്കണക്കുമായി നിൽക്കുന്ന ശിഷ്യന്മാരോട് പറയും, കൊണ്ടുവരൂ നിങ്ങൾക്കുള്ളത്. 5 അപ്പവും 2 മീനും. യേശു എടുത്തു, പിതാവിൻ്റെ അടുക്കിലേക്ക് കണ്ണുകൾ ഉയർത്തി ആശീർവദിച്ചു കൊടുത്തു. 5000 പേർ നിന്നിട്ടും തീരാതെ മിച്ചമായി. അപ്പം വർദ്ധിച്ചു. കൽഭരണികളിൽ നിറഞ്ഞു കവിഞ്ഞ വെള്ളം വീഞ്ഞായി മാറി അവൻ്റെ വാക്കുകൊണ്ട്. ആഞ്ഞടിച്ച കൊടുങ്കാറ്റ്, അലറിയാർത്ത അലകൾ എല്ലാം ശാന്തമായി. കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നവൻ ആരാണിത്? ഒറ്റ വാക്കുകൊണ്ട് കടലലകളെ ശാന്തമാക്കാൻ സാധിക്കുന്ന ഇവനാരാണ്? ഒരു പടി കൂടി കടന്ന് ദൈവത്തിന് മാത്രം സാധ്യമാണെന്ന് വിചാരിച്ചിരുന്ന പാപമോചനം, മകനെ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, അത് ദൈവദൂഷണമാണെന്ന് അവർ പറഞ്ഞു. പക്ഷേ ദൈവദൂഷണമാണെന്ന് പറയുന്നതിന് മുമ്പ് യേശു ചോദിച്ചു, ഏതാണ് എളുപ്പം? ഞാനിവനോട് നിൻ്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു പറയുന്നതാണോ, അതോ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതാണോ? രണ്ടും എളുപ്പമല്ല. ആകട്ടെ, ഇവൻ എൻ്റെ വാക്ക് കേട്ട് കിടക്കയും എടുത്ത് നടന്നാൽ നിങ്ങൾ വിശ്വസിക്കുമോ മനുഷ്യപുത്രന് ഭൂമിയിൽ പാപമോചിക്കാൻ അധികാരമുണ്ട് എന്ന്? നിശബ്ദരായിരുന്നു, അവർ പ്രതീക്ഷിച്ചില്ല. പക്ഷേ അവർ എണീറ്റ് നടന്നു. അപ്പോൾ താൻ ചെയ്ത കാര്യങ്ങൾ, താൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് സ്ഥാപിക്കാൻ അടയാളങ്ങൾ നൽകി. അതിലും ഒരുപടി കൂടി കവിഞ്ഞ് മരിച്ചുപോയവർക്ക് ജീവൻ നൽകിയവനാണ് യേശു. ജായിറൂസിൻ്റെ മകൾ മരിച്ച് ഏതാനും മണിക്കൂറുകളെ ആയിരുന്നുള്ളൂ. ശരീരത്തിൻ്റെ ചൂട് മാറിയിട്ടില്ല. അവൻ്റെ വാക്ക് കേട്ട് അവൾ എണീറ്റു. തലീത്ത കൂമി, ബാലിക എഴുന്നേൽക്കൂ. മരിച്ച് ശവകുടീരത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു നായീനിലെ വിധവയുടെ മകനെ. യുവാവെ എഴുന്നേൽക്കുക. യേശു പറഞ്ഞു. അവൻ ശവമഞ്ചത്തിൽ എണീറ്റിരുന്നു. ഒരു പടി കൂടി കടന്നു. മരിച്ച് 3 ദിവസം കഴിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന ജഡമായി മാറേണ്ടിയിരുന്ന ലാസറിനോട് യേശു പറഞ്ഞു, ലാസറേ പുറത്തു വരിക. മരിച്ചവൻ പുറത്തു വന്നു. ഇതാരാണ്? എങ്ങനെ സാധിക്കും ഒരു മനുഷ്യന്? അപ്പോൾ ഇതാരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം അവർക്ക് കിട്ടിയില്ല. ഒരു ഉത്തരമേ പറയാൻ സാധിക്കുള്ളൂ. ഒരു ഭാഗത്തു നിന്ന് മനുഷ്യനാണ്, അതേസമയം മനുഷ്യൻ മാത്രമല്ല. മനുഷ്യനുണ്ടെങ്കിൽ പിന്നെ ആര്? ദൈവമാകാനേ സാധ്യതയുള്ളൂ. അവനോട് ചോദിച്ചു, നീ ആരാണ്? അവനോട് ഔദ്യോഗികമായി സാൻഹദ്രിയുടെ സംഘം ചോദ്യം ചെയ്തു, ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണോ നീ? ആണയിട്ട് ചോദിക്കുകയാണ്. അതെ എന്നവൻ പറഞ്ഞു. അപ്പോൾ യേശു സ്വയം ദൈവമായി അവതരിപ്പിക്കുന്നു. അത് കേട്ട് പ്രധാന പുരോഹിതൻ വസ്ത്രം വലിച്ചു കീറി എന്ന് പറയുക, ദൈവദൂഷണം കേട്ട്. ഇസ്രായേലുകൾക്ക് അതിൻ്റെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. അപ്പോൾ ഈ ഒരു ദൈവം എന്നുള്ള കാഴ്ചപ്പാടിൽ എങ്ങനെ യേശുവിനെ സ്വീകരിക്കാൻ സാധിക്കും? ഇതാരും കണ്ടുപിടിച്ച കാര്യമല്ല, ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ്. പക്ഷേ ഈ മനുഷ്യൻ യാഥാർത്ഥ്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ നിഷേധിക്കാൻ സാധിക്കും?
മരിച്ച ഒരു മനുഷ്യനെ ശവക്കല്ലറിൽ കിടന്നവനെ ഒരു വാക്കുകൊണ്ട് ഉയർപ്പിക്കാൻ ആർക്കാണ് സാധിക്കുക? ഇങ്ങനെ അസാധ്യമായ കാര്യങ്ങൾ. പക്ഷേ ഇതുകൊണ്ട് തീർന്നില്ലല്ലോ. യേശുവിൻ്റെ അവസാന നിമിഷമാകുമ്പോഴേക്കും എല്ലാം തകർന്നു പോലെ തോന്നും. കുരിശിൽ കിടന്ന് നിലവിളിക്കും, എൻ്റെ ദൈവമേ എന്തേ എന്നെ നീ കൈവിടിഞ്ഞു. അപ്പോൾ ഇതുവരെ പറഞ്ഞതെല്ലാം നുണയായിരുന്നോ? എൻ്റെ ദൈവമേ എന്തേ എന്നെ നീ കൈവിടിഞ്ഞു. അങ്ങനെ നിലവിളിച്ചുകൊണ്ടാണ് അവൻ മരിക്കുക. അപ്പോഴവരുടെ ഒരുപക്ഷെ അപ്പസ്തോലന്മാരുടെയൊക്കെ കാൽ കീഴിൽ ചവിട്ടി നിന്ന മണ്ണ് കീറിപ്പോകുന്ന പോലെ തോന്നും, വിണ്ടു കീറുന്നത് പോലെ. അവിടെ കൊണ്ട് എല്ലാം തീർന്നു എന്നാണ് വിചാരിക്കുക. എമ്മാവൂസിലേക്ക് പോയി ശിഷ്യന്മാർ പറയും, ഞങ്ങൾ വിചാരിച്ചിരുന്നു ഇവനാണ് ഇസ്രായേലിനെ രക്ഷിക്കാനുള്ളത്. പക്ഷേ ഇത് 3-ാം ദിവസമാണ്. പക്ഷേ 3-ാം ദിവസം കഴിയുമ്പോൾ മറ്റൊന്നുകൂടി സംഭവിക്കുകയാണ്. മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റ് വരുന്നു. അവൻ്റെ ശവകുടീരം ഒരിക്കലും സംഭവിക്കാത്ത രീതിയിൽ സീലു ചെയ്ത് കാവൽ നിൽക്കുകയാണ് പട്ടാളക്കാർ, അവനെ ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടി, ശിഷ്യന്മാരെ മോഷ്ടിച്ചു കൊണ്ടിരിക്കാൻ വേണ്ടി. പക്ഷേ ഈ കാവൽ നിന്ന ശവകുടീരം അവരറിയാതെ തുറന്നു. ശവകുടീരത്തിൽ യേശു ഉണ്ടായിരുന്നില്ല. അവൻ എങ്ങോട്ട് പോയി? മായാജാലമാണോ? അല്ല, അവൻ്റെ ശരീരം അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവനെ അവർ കണ്ടു, ഒരു രൂപാന്തരീകരിക്കപ്പെട്ട ശരീരം. നമ്മൾ ഉത്ഥാനത്തെക്കുറിച്ച് സ്വർഗാരോഹണത്തെക്കുറിച്ച് കണ്ടു കഴിഞ്ഞതാണ്. അപ്പോഴേ യേശു ആരാണ് എന്നുള്ള അന്വേഷണം ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇവൻ ദൈവമാണെന്ന് പറയാനായിട്ട് അവർക്ക് പിന്നെ മടിയുണ്ടായില്ല. അതുകൊണ്ടാണ് തോമാസ് ലീഹായിട്ട് പറയുക, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ. അപ്പോഴേ ദൈവമാണോ? ആരാണ് ഈ യേശു? ദൈവമാണെങ്കിൽ ഈ യേശുവിനെയാണോ യാഹ്വേ എന്ന് വിശേഷിപ്പിക്കുക? സ്രഷ്ടാവായ ദൈവമാണ് ഇവൻ. അല്ല, ഈ ദൈവത്തിലെന്തോ ഒരു ബഹുത്വമുണ്ട് എന്നൊരു ചിന്തയിലേക്ക് കടന്നു വരുന്നു. ഇതുകൊണ്ട് തീരുന്നില്ല അവരുടെ പ്രശ്നങ്ങൾ. അടുത്ത വരുമ്പോഴത്തേക്കും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടുകൂടി മറ്റൊരു യാഥാർത്ഥ്യം കൂടി അവർ മനസ്സിലാക്കുകയാണ്. ഇതുവരെ യഹൂദരെ ഭയന്ന് എലികളും ആളങ്ങളും പോലെ ഒളിച്ചിരുന്ന ശിഷ്യന്മാർ ഈ പെന്തക്കോസ്താ ദിവസം വന്നപ്പോഴേക്കും വലിയൊരു ശക്തി ആർജിക്കുകയാണ്. അവർ ഒളിച്ചിരുന്ന പ്രാർത്ഥിച്ചിരുന്ന ആ ആലയത്തിൽ, ആ മാളിക മുറിയിൽ വലിയൊരു കൊടുങ്കാറ്റിൻ്റെ ആരവമുണ്ടായി. ഓരോരുത്തരുടെയും തലയിൽ പരിശുദ്ധാത്മാവ് വരുന്നിരിക്കുന്നത് അഗ്നി നാവുകൾ പോലെ അവർ കണ്ടു. അവരെല്ലാവരും ആത്മാവിനാൽ നിറഞ്ഞവരായി. അവർ പുതിയ മനുഷ്യരായി മാറി വളരെ പെട്ടെന്ന്. അതുവരെ ഭയന്നിരുന്നവർക്ക് ഇനി ഭയമില്ല. ഒളിച്ചു പാത്തിരുന്നവർ പുറംകൊളിക്കേറി പ്രഘോഷിക്കുകയാണ്. പത്രോസിൻ്റെ പ്രഖ്യാപനം നോക്കണം. നിങ്ങൾ കുരിശിൽ തറച്ച് കൊന്ന യേശുവിനെ ദൈവം ഉയർപ്പിച്ചു എന്ന് നമ്മൾ പറയുക. അവനാണ്. അപ്പോഴാരാണ് ഇവർ ശക്തിപ്പെടുത്തിയത്? ഈ ശക്തി എവിടെ നിന്ന് വരുന്നു? ഒരുവരും മീൻപിടുത്തക്കാരായിരുന്നു, വലിയ സംസാര പാഠമുള്ളവരായിരുന്നില്ല. പക്ഷേ വാതോരാതെ വാക്കുകൾ അനർഗളം നിർഗളിക്കുകയാണ് അവരുടെ അധരങ്ങളിൽ നിന്ന്. അവർ പറയുന്ന എല്ലാവർക്കും കേൾക്കാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അനേകം ജനതകൾ, അനേകം ഭാഷകൾ സംസാരിക്കുന്നു. റോമാ സാമ്രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും സാമ്രാജ്യത്തിന് പുറത്തു നിന്നും അതിരുന്നവർ തങ്ങളുടേതായ ഭാഷയിൽ ഈ പ്രസംഗം കേൾക്കുകയായി. അവർക്ക് മനസ്സിലാവുന്നില്ല എന്താണ്. എല്ലാവരിലും പുതിയ ചൈതന്യം, പുതിയ ഭാഷ, പുതിയ ശക്തി, പുതിയ വാക്കുകൾ. അത് യേശുവല്ല സംസാരിക്കുന്നത്, പിതാവുമല്ല, മറ്റാരാണ്? അതാണ് യേശു പറഞ്ഞത്, ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ തരും, നിങ്ങളോടുകൂടി എന്നും ആയിരിക്കാൻ ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ തരും. എൻ്റെ പിതാവ് അയക്കുന്ന സഹായകൻ, ഒരു പരിശുദ്ധാത്മാവെന്ന് പറയും. ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവർ വസിക്കാൻ തുടങ്ങി. ഇതാരും കണ്ടുപിടിച്ചതല്ല, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി കൊരുത്തെടുത്ത ഒരു നുണയല്ല ഇത്. ദൈവം ഏകനാണെന്ന് പറയുകയാണ് ഏറ്റവും എളുപ്പം. അതാണ് യുക്തിക്കും ബുദ്ധിക്കും നിരക്കുന്നത്. പക്ഷേ യുക്തിക്കും ബുദ്ധിക്കും നിരക്കാത്ത ഈ ത്രിത്വം എന്ന ആശയം അവർ അവതരിപ്പിക്കുന്നുവെങ്കിൽ, അതിനുവേണ്ടി ജീവൻ ത്യജിക്കാൻ പോലും സന്നദ്ധരാകുന്നെങ്കിൽ അതിന് വലിയ യാഥാർത്ഥ്യമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ഇത് മനസ്സിലാക്കാൻ ഒരുപാട് കാലമെടുത്തു. പഴയ നിയമത്തിലേക്ക് അവർ കടന്നുപോയി. പഴയ നിയമത്തിലേക്ക് കാണുമ്പോൾ ആദ്യമേ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാമത്തെ വാക്യം, ഇസ്രായേലെ കേൾക്കുക, ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്, ഒരു ദൈവം മാത്രം. നിയമാവർത്തന പുസ്തകം 5-ാമത്തെ അധ്യായത്തിലും പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിലും ആദ്യത്തേത് ദൈവം മാത്രമാണ്. ദൈവം ഒരുവനേയുള്ളൂ. ഏകദൈവ വിശ്വാസം, അതാണ് ഇസ്രായേലിൻ്റെ അടിസ്ഥാനം. പക്ഷേ ഈ ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോഴും ആ ബൈബിളിൽ തന്നെ എന്തോ ഈ ഏകത്വത്തിൽ പ്രത്യേകതയുള്ളതായിട്ട് തോന്നും. ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 2-3 വാക്യങ്ങൾ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. അതിനുശേഷം പറയുന്നതാണ്, ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു, ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ട്. ദൈവത്തിൻ്റെ ചൈതന്യം റൂവാഹ് യാഹ്വേ എന്ന് പറയും, ദ സ്പിരിറ്റ് ഓഫ് ഗാഡ്. അതിൽ ചൈതന്യം എന്ന് പറയാം, സ്പിരിറ്റ് എന്ന് പറയാം, ആത്മാവെന്ന് പറയാം, ശക്തി എന്ന് പറയാം, എന്തുമാകാം, വ്യക്തതയില്ല. പക്ഷേ ഇവിടെ ദൈവത്തിൻ്റെ എന്തോ ഒന്ന്, ദൈവത്തിന് വ്യത്യസ്തമായ എന്തോ ഒന്ന് ഇവിടെ ചലിക്കുന്നതായിട്ട് കാണും. അതിന് റൂവാഹ് എന്നാണ് പദം ഹീബ്രുവിൽ. പ്നെഉമ എന്ന് ഗ്രീക്കിൽ പറയും. റൂവാഹ് എന്നത് കാറ്റെന്ന് പറയാം, വായു എന്ന് പറയാം, ആത്മാവെന്നും പറയാം. ഒരേ വാക്കിന് പല അർത്ഥങ്ങളുണ്ടാവും. ഒരു പടി കൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണും, അബ്രാഹത്തിൻ്റെ അടുക്കിലേക്ക് സോദോമിനെ നശിപ്പിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ വരമുണ്ട്. 3 പേര് അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുക. അബ്രാഹം ഉച്ച കഴിഞ്ഞ് മരച്ചുവട്ടിലിരിക്കുമ്പോൾ അകലെ നിന്ന് 3 പേര് വരുന്നതായിട്ട് കണ്ടു. ആ 3 പേര് അടുത്ത് വന്നു, സംസാരിച്ചു. അബ്രാഹം അവർക്ക് വിരുന്നൊരുക്കി.
അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഈ 3 പേരുടെ സ്ഥാനത്ത് ഒരാൾ മാത്രമായി തീരുന്നു. ഈ 3 പേര് വന്നത് 2 പേര് എങ്ങോട്ട് പോയി എന്നറിയില്ല, പക്ഷേ 3 പേര് വന്നത് ഒരാളായി മാറുന്നു. ഇതാരാണ് ഈ മാലാഖമാർ? പിന്നീട് നമ്മൾ കാണും മാലാഖ എന്ന പദം തന്നെ വാസ്തവത്തിൽ ദൈവത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു പദമാണ്. ദൈവം അയച്ചവനാണ്, പക്ഷേ ഈ മാലാഖ തന്നെ ദൈവമായി പലപ്പോഴും പ്രത്യക്ഷപ്പെടുക. എവിടെ 3 പേര് പ്രത്യക്ഷപ്പെട്ട അവസാനം കർത്താവ് തന്നെയാണ് അബ്രാഹത്തിന് മുമ്പിൽ നിൽക്കുന്നത്. അതുപോലെ മോശയെ മുൾപ്പടർപ്പിൽ നിന്ന് വിളിക്കുന്ന ഒരു ദൂതനെക്കുറിച്ച് പറയും, കർത്താവിൻ്റെ ദൂതൻ. പക്ഷേ അവസാനം എരിയുന്ന മുൾപ്പടർപ്പിൽ നിന്ന് കർത്താവ് തന്നെയാണ് സംസാരിക്കുക. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ രണ്ടും തമ്മിൽ എന്തോ അന്തരമുണ്ട്, പക്ഷേ ഒന്ന് തന്നെയാണ്. ഇങ്ങനെ പിന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണും ദൈവത്തിൻ്റെ വചനം, ദ വേർഡ് ഓഫ് ഗാഡ്, ദുബാർ യാഹ്വേ, വചനം എന്നാണ് അർത്ഥം. വചനം പ്രവാചകൻ്റെ അടുത്തേക്ക് വന്നു. ദ വേർഡ് ഓഫ് ഗാഡ് കെയിം ടു ജെറമയ, കെയിം ടു ഐസയ എന്നൊക്കെ പറയും. ദൈവത്തിൻ്റെ വചനം വന്നു. ഈ വചനം എങ്ങനെയാണ് വരിക? ഒരു നിവേശനമുണ്ടായി എന്ന് പറയാം, പക്ഷേ അതിനേക്കാൾ കൂടുതൽ എന്തോ ഒന്ന് ഈ വചനത്തിലുണ്ട്. ദബാർ, ലോഗോസ് എന്ന് ഗ്രീക്കിൽ പറയും. ദൈവമാണ്, പക്ഷേ ദൈവത്തിൻ്റെ വചനം ദൈവത്തിൽ നിന്ന് എന്തോ വ്യത്യസ്തമായ ഒന്നാണെന്ന് തോന്നും, വ്യക്തതയില്ല. അതുപോലെ തന്നെ ജ്ഞാനത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ജ്ഞാനം സൃഷ്ടിയാണെന്ന് പറയും, ആദ്യ സൃഷ്ടിയാണെന്ന് പറയും, പക്ഷേ ദൈവത്തോടെന്നും ഒന്നിച്ചുണ്ടായിരുന്നതാണ്. സോഫിയ, ഹൊക്മ എന്നൊക്കെ പറയും, ദൈവത്തിൻ്റെ ജ്ഞാനം. അപ്പോഴീ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ഏകനാണ് ദൈവമെങ്കിലും ഈ ദൈവത്തിൻ്റെ ഏകത്വത്തിൽ എന്തോ ഒരു ബഹുത്വം ഉണ്ട് എന്ന സൂചന പഴയ നിയമത്തിൽ തന്നെ കാണും. അപ്പോഴേ ദൈവം ഏകനാണ്. ഇത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടിയുടെ ഉദാഹരണം എടുക്കുക. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിനെക്കുറിച്ച് പറയും. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. നമുക്ക് നമ്മുടെ ഛായയിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ദൈവം ആരോടാണ് പറയുന്നത്? ആരാണ് ഈ നമ്മൾ? ആരാണ് ഈ നമ്മുടെ? ഇവിടെ ഒരു ബഹുവചനം ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഛായയിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ഇപ്പോൾ ദൈവം ആരോടോ ആലോചന ചോദിക്കുന്നു തോന്നുന്നു. മാലാഖമാരോട് ചോദിച്ചിട്ടാണെന്ന് പറയും, അത് തീർച്ചയില്ല, അല്ല. മാലാഖമാരുടെ അനുവാദം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ദൈവത്തിന് സൃഷ്ടിക്കാനായിട്ട്. ഇനി നമ്മുടെ ഛായ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുക? ഇതിന് 2-3 വിശദീകരണങ്ങളുണ്ട്. വിശദീകരണങ്ങൾ ആദ്യത്തെ ഇതാണ്, ഇതൊരു ഗ്രാമറിൻ്റെ പ്രശ്നമാണ്, വ്യാകരണത്തിൻ്റെ പ്രശ്നമാണ്. ഹെബ്രായ ഭാഷയിൽ മറ്റെല്ലാ ഭാഷയിലും പോലെ വ്യാകരണം കർത്താവും കർമ്മവും ഒന്നുപോലെ ആയിരിക്കണം. കർത്താവ് ബഹുവചനമാണെങ്കിൽ ക്രിയയും ബഹുവചനമായിരിക്കണം, അതുകൊണ്ട് വിശേഷണവും ബഹുവചനമായിരിക്കണം. നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. ഇംഗ്ലീഷ് ഭാഷയിൽ പലപ്പോഴും ഈ വിശേഷണങ്ങൾക്ക് ബഹുവചനം ഉണ്ടാവാറില്ല. പക്ഷേ ഹീബ്രു ഭാഷയിൽ വാക്കുകളും വിശേഷണങ്ങളും ക്രിയകളും എല്ലാം ഏകവചനവും ബഹുവചനവുമാകാം. അപ്പോൾ കർത്താവ് ഏലോഹിം എന്ന പദമാണ്. ഏലോഹിം എന്ന ബഹുവചനമാണ്. ദൈവങ്ങൾ എന്നർത്ഥമില്ല. ഏലോഹിം, എലോഹെ ആണ് ഏകവചനം, എലോഹിം, ഇം വരുന്നത് ബഹുവചനമാണ്. പക്ഷേ ദൈവങ്ങൾ എന്നർത്ഥമല്ല. ബഹുമാന സൂചകമായി എലോഹിം, ഗുരുക്കൾ എന്ന് പറയുന്ന പോലെ സ്വാമികൾ, അങ്ങനെ ഒരയിൽ പോലെയാണ് ഇവിടെ ഇം, എലോഹിം. ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ദൈവം തന്നോട് തന്നെ ആലോചിക്കുന്നു, നമ്മുടെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കുന്നത് ഓർക്കണം, മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായിട്ടാണ്. അപ്പോൾ സ്ത്രീയിലും പുരുഷനിലും ഒരുപോലെ പ്രതിഫലിക്കുന്നതാണ് ദൈവത്തിൻ്റെ ഛായ. തീർന്നില്ല, അതിൻ്റെ ഉദ്ദേശം ഇതാണ്, അവൻ ഈ പുരുഷനും സ്ത്രീയും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി മനുഷ്യവർഗം തുടരണം. അപ്പോൾ പിതാവ്, മാതാവ്, ശിശു, ഈ ഒരു ത്രിത്വം ഈ സൃഷ്ടിയിൽ തന്നെ കാണുന്നുണ്ട്. ഇതാണ് ത്രിത്വത്തിൻ്റെ ആവിഷ്കരണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ദൈവം നമ്മുടെ ഛായയിൽ സൃഷ്ടിക്കാമെന്ന് പറയുമ്പോൾ ഈ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ആഴമേറിയ ഒരു മുൻ സൂചന നൽകുകയാണ്. അപ്പോൾ ദൈവം ഒരുക്കിക്കൊണ്ടുവരുന്നുണ്ട് ഈ ജനത്തെ ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് കിട്ടാൻ. ആ അറിവ് അവസാനമായിട്ട് നൽകുന്നത് യേശുവാണ്. ഞാനും പിതാവും ഒന്നാണ് എന്ന് പറയും. അതേസമയം പിതാവും ഞാനും ഉള്ള ബന്ധവുമുണ്ട്. ഇപ്പോൾ പിതാവിൽ നിന്ന് ജനിക്കുന്ന പുത്രൻ, ദൈവത്തിൻ്റെ വചനം, ആ പുത്രനിൽ നിന്നും പിതാവിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഒരുപാട് ഉദാഹരണങ്ങൾ പറയാറുണ്ട്. ഉറവ, അരുവി, ജലം. ഉറവയിൽ നിന്ന് വരുന്നത് ജലമാണ്, പക്ഷേ അരുവിയായിട്ട് ഒഴുകുന്നുണ്ട്. ഉറവ കൂടാതെ അരുവിയില്ല, ജലമില്ലാതെ ഉറവയും അരുവിയും ഉണ്ടാകില്ല. ഇതൊക്കെ ഉദാഹരണങ്ങളായിട്ടാണ് പറയാൻ സാധിക്കും, പക്ഷേ ഉദാഹരണങ്ങൾ ഒരിക്കലും പൂർണ്ണമാവുകയില്ല. മരത്തെക്കുറിച്ച് പറയാം, വേര്, അടിയിൽ ഉള്ള വേര് നമ്മൾ കാണുന്നില്ലേ? വേരിൽ നിന്നാണ് തായ്തണ്ടുണ്ടാകുന്നത്, തായ്തണ്ടും ശാഖകളും. ഈ വേരിൽ നിന്ന് കടന്നു വരുന്ന ജീവരസമാണ് ഈ മരത്തെ ജീവനുള്ളതാക്കി തീർക്കുന്നത്. പിതാവിനെ വേരായും പുത്രനെ വാസ്തവത്തിൽ മരമായും പരിശുദ്ധാത്മാവിനെ ഇതിലുള്ള ജീവരസമായിട്ടും കണക്കാക്കാം. പക്ഷേ ഇതൊന്നും നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ ദൈവത്തിലൊരു ബഹുത്വമുണ്ട്. ആ ബഹുത്വം ഇങ്ങനെയാണ് കാണുക. എന്താ ഇതിൽ നമുക്ക് കിട്ടുന്ന പാഠം? ഇത് കിട്ടുന്ന ആദ്യത്തെ പാഠം ഇതാണ്, നമ്മൾ ദൈവത്തിൻ്റെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ ഏകാഗിയായി ഒറ്റപ്പൂരാടമായിട്ടിരിക്കാനുള്ളവനല്ല. ദൈവം ഒരു ബന്ധമാണ്, ഒരു പാരസ്പര്യമുണ്ട്.
പിതാവ് പുത്രനെ അറിയുന്നു, പുത്രൻ പിതാവിനെ അറിയുന്നു, പിതാവും പുത്രനും പരസ്പരം സ്നേഹിക്കുന്നു. ആ സ്നേഹബന്ധമാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ സ്നേഹിക്കുന്ന 3 ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. ആ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ അത്രയേറെ ആഴമുള്ളതായതുകൊണ്ട് 3 വ്യക്തികൾ ഒരേ ദൈവമായി തീരുന്നു. അപ്പോൾ ഇതിൽ കൂടെ നമുക്ക് ആദ്യത്തെ പാഠം, നമ്മളും ഒറ്റപ്പെട്ട് കഴിയേണ്ടവരല്ല. ദൈവത്തിൻ്റെ പ്രതിച്ഛായ എന്നിൽ പ്രതിഫലിക്കുന്നുണ്ടെങ്കിൽ, സ്ത്രീയും പുരുഷനും ഒരുപോലെ ദൈവത്തിൻ്റെ പ്രതിച്ഛായയാണെങ്കിൽ നമ്മൾ പരസ്പരം സ്നേഹിക്കാൻ കടപ്പെട്ടവരാണ്. അപ്പോൾ ദൈവം പുരുഷൻ മാത്രമല്ല, സ്ത്രീ മാത്രവുമല്ല. ഇപ്പോൾ ദൈവം എൻ്റെ പിതാവാണ്, എൻ്റെ മാതാവാണ്. എന്താ അർത്ഥം? എല്ലാറ്റിൻ്റെയും ഉറവിടം അവിടെ നിന്നാണ് വരുന്നത്. ദൈവത്തിൽ നിന്നാണ് ഞാൻ പുറപ്പെടുന്നത്. എൻ്റെ തുടക്കം എല്ലാം അവിടെയാണ്, എൻ്റെ ഒടുക്കവും അങ്ങോട്ടാണ്. എവിടെ നിന്ന് വരുന്നു അങ്ങോട്ട് തന്നെ പുറപ്പെടുന്നു. അതുപോലെ ദൈവത്തെ പുത്രൻ എന്ന് വിളിക്കുമ്പോൾ യേശു എൻ്റെ സഹോദരനാണ്, അവൻ ആദ്യജാതനാണ്. ആ ആദ്യജാതനാണ് നമുക്കെല്ലാവർക്കും പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെ തന്നിരിക്കുന്നത്. യേശു ദൈവത്തിൻ്റെ മകനാണെങ്കിൽ നമ്മളെല്ലാവരും യേശുവിൻ്റെ അനുജന്മാരും അനുജത്തിമാരുമാണ്. അപ്പോൾ യേശുവിനെ സഹോദരനായി കാണാം, ദൈവത്തെ പിതാവായും മാതാവായും അതോടൊപ്പം സഹോദരനുമായി കാണാം. ഇനി മൂന്നാമത്തെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ, പരിശുദ്ധാത്മാവ് സ്നേഹമാണ്, സ്നേഹത്തിൻ്റെ ആത്മാവ് എൻ്റെ സ്നേഹിതനാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തെ പൂർണ്ണമാക്കുന്ന എൻ്റെ മാതാവും എൻ്റെ പിതാവും എൻ്റെ സഹോദരനും എൻ്റെ സ്നേഹിതനും സ്നേഹിതയും എല്ലാം ദൈവമാണ്. അപ്പോൾ ഈ ഒരു ദൈവത്തെയാണ് ഞാൻ വിശ്വസിക്കുക. ഈ ദൈവമാണ് എനിക്ക് ജീവൻ നൽകുന്നത്. ഈ ദൈവമാണ് എനിക്ക് വേണ്ടി മനുഷ്യനായിട്ട് അവതരിച്ച് ഇന്ന് എൻ്റെ കൂടെ ജീവിക്കുന്നത്. ഈ ദൈവമാണ് എന്നിൽ ആത്മാവായി പ്രവർത്തിച്ച് സ്നേഹിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ പരിശുദ്ധ ത്രിത്വത്തെ ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ കടിച്ചാപ്പൊട്ടാത്തൊരു വിശ്വാസത്തിൽ വിഴുങ്ങുകയെന്നല്ല, പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാണ് അർത്ഥമാവുക. ദൈവം സ്നേഹമാവെന്ന് പറയുമ്പോൾ ആ സ്നേഹം തന്നെയാണ്. ദൈവം സ്നേഹമാകുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കണം. ഇപ്രകാരം ഒരു പൂർണ്ണമായ സ്നേഹ സമൂഹത്തിലേക്ക് വളരാനാണ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രഹസ്യം നമ്മളെ ആഹ്വാനം ചെയ്യുക. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇപ്രകാരം ഒരു വലിയ കൂട്ടായ്മയ്ക്കാണ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. കുടുംബം മുഴുവനും, മനുഷ്യ കുടുംബം മുഴുവനും ദൈവത്തിൻ്റെ കുടുംബമാണ്. ദൈവമാണ് നമ്മുടെ പിതാവ്, ദൈവമാണ് നമ്മുടെ സഹോദരൻ, ദൈവമാണ് നമ്മുടെ സ്നേഹിതൻ. നമ്മളെല്ലാവരും ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ്. ഇത് നമ്മളെ പഠിപ്പിക്കുക. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ ആന്തരിക ജീവൻ ഞങ്ങൾക്ക് പുത്രനോടിലൂടെ വെളിപ്പെടുത്തുകയും പരിശുദ്ധാത്മാവിലൂടെ വ്യക്തമാക്കി തരികയും ചെയ്ത ആ വലിയ കൃപയ്ക്ക് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങിലൊന്ന് പുറപ്പെടുന്നവരും അങ്ങിലേക്ക് വരേണ്ടവരുമാണ് ഞങ്ങളെല്ലാം. യേശു പറഞ്ഞതുപോലെ പിതാവിൽ നിന്ന് പുറപ്പെടുകയും പിതാവിലേക്ക് പോവുകയും ചെയ്യുന്ന പോലെ അങ്ങിലാണ് ഞങ്ങളുടെ എല്ലാം ഉറവിടം. അങ്ങാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആത്യന്തികമായ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിൽ നിന്ന് വഴുതിപ്പോകാതിരിക്കാൻ അവിടെ നിങ്ങളെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ നിരന്തരം കാത്തുപാലിക്കണമേ. സ്നേഹമാകുന്ന ആ ചൈതന്യത്തിൽ വളരാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പിതാവിലേക്കുള്ള യാത്രയിൽ അവിടെ ഞങ്ങൾക്ക് എപ്പോഴും തുണയായിരിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.